പ്രസിദ്ധനായ ഒരു രാജാവിൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇത്. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അദ്ദേഹം പഠനത്തിൽ ഒരു വീഴ്ച വരുത്തി. അധ്യാപകൻ നടത്തിയ കേട്ടെഴുത്തിൽ ഒരു വാക്കിനു സംഭവിച്ച അക്ഷരത്തെറ്റായിരുന്നു ഈ വീഴ്ച. വളരെ ലളിതമായ ഒരു പദം തെറ്റിച്ചെഴുതിയത് ഗുരുനാഥന് ഇഷ്ടപ്പെട്ടില്ല. അല്പം ഈർഷ്യയോടെ അദ്ദേഹം ശിഷ്യനെ ശകാരിച്ചു. ശകാരം ഇഷ്ടപ്പെടാതിരുന്ന രാജകുമാരൻ പറഞ്ഞു, "ഈ നിസാരമായ തെറ്റിന് അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ വഴക്കു പറയുന്നത്? ഏറ്റവും നല്ല കുതിരകൾക്ക് പോലും ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ കാലിടറാറുണ്ട്." രാജകുമാരൻ്റെ കോപം കണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി അധ്യാപകൻ പറഞ്ഞു, "കുമാരൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാൽ ഇതുകൂടി ഓർക്കണം, കാലിടറുമ്പോൾ നല്ല തല്ലുകൊടുത്താൽ പിന്നെ ആ കുതിരകൾ ശരിയായ രീതിയിൽ ഓടും. അങ്ങനെയാണ് തെറ്റിൽ നിന്നും ശരി പഠിപ്പിക്കുന്നത്." അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, "അങ്ങ് പറയുന്നത് ശരിയായിരിക്കും. എന്നാൽ ആ കുതിരകൾ തങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ മൂക്ക് അടിച്ചു തകർക്കും എന്ന കാര്യം അങ്ങ് മറക്കരുത്." പിന്നീട് അധ്യാപകൻ ശിഷ്യന്റെ കൈപ്പടയുടെ ഭംഗിയെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ചു. അപ്പോൾ രാജകുമാരന്റെ ദേഷ്യം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയായി. പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്വലത്യഗ്നിസ്തപത്യർക്കോ വാതോ വാതിയദാജ്ഞയാ ജ്ഞാനശക്തിസ്വരൂപായൈ തസ്യൈ ദേവ്യൈ നമോ നമഃ. ആരുടെ ആജ്ഞ കാരണമാണോ അഗ്നി ജ്വലിക്കുന്നത്, അപ്രകാരമുള്ള അമ്മേ, അവിടേക്ക് നമസ്കാരം. ആരുടെ ആജ്ഞ കൊണ്ടാണോ സൂര്യൻ തപിക്കുന്നത്, അങ്ങനെയുള്ള അമ്മേ, അവിടേക്ക് നമസ്കാരം. ആരുടെ ആജ്ഞ കൊണ്ടാണോ കാറ്റ് വീശുന്നത്, അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ജ്ഞാനശക്തിസ്വരൂപിണിയായ എൻ്റെ അമ്മേ, ഞാൻ അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിക്കുന്നു. 6 അംഗദേവതകളോടു കൂടിയവൾ എന്ന് അർത്ഥം വരുന്ന ഷഡംഗദേവതായുക്ത എന്ന നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ 386-ാമത്തേതായി വാഗ്ദേവതകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അമ്മയുടെ മന്ത്രസ്വരൂപങ്ങൾക്ക് 6 അംഗങ്ങളാണ് ഉള്ളത്. അത് മാലാമന്ത്രമാണെങ്കിലും ബീജമന്ത്രമാണെങ്കിലും ന്യാസം ചെയ്തിട്ടാണ് ജപം തുടങ്ങുന്നതും. 6 അംഗങ്ങളുടെ ദേവതകളാൽ ചുറ്റപ്പെട്ടവളാണ് അമ്മ. ന്യാസദേവതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൃദയം, ഹൃദയദേവിയാണ് ദേവത. ശിരസിന് ശിരോദേവിയും ശിഖയ്ക്ക് ശിഖാദേവിയുമാണ്. നേത്രത്തിൻ്റെ ദേവി നേത്രദേവി എന്ന് പറയും. കവചത്തിന് കവചദേവിയും അസ്ത്രത്തിന് അസ്ത്രദേവിയും. ഈ 6 ദേവിമാരും ശ്രീചക്രത്തിലെ 9ാം ആവരണമായ ബിന്ദുമണ്ഡലത്തിൽ ഷഡംഗപൂജാ സമയത്ത് പൂജിക്കപ്പെടുന്നവരുമാണ്. അങ്ങനെയുള്ള ബിന്ദുമണ്ഡലത്തിൽ അമ്മ ഈ 6 ദേവിമാരോടൊപ്പം കുടികൊള്ളുന്നു. ശ്രീവിദ്യാമന്ത്രം കൊണ്ട് അമ്മയെ പൂജിക്കുന്ന ഭക്തൻ അംഗദേവതകളെ പൂജിക്കണം. അത് ബാഹ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് ചുറ്റുമുള്ള 3 ദേവതകളെ ആരാധിക്കുന്നു. ഇപ്രകാരം 9 ദേവതകളുടെയും ആരാധന ചെയ്യണം എന്ന് ജ്ഞാനാർണവം എന്ന ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. പൂജാവിധിയിലെ ഷഡംഗന്യാസം അഥവാ ഹൃദയന്യാസം ലളിതാ സഹസ്രനാമത്തിലെ വിധിപ്രകാരം പറയാം. ഹൃദയമന്ത്രമാണ് ഓം ഐം ഹൃദയായ നമഃ എന്നത്. ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഹൃദയമുദ്രയാണ് കാണിക്കേണ്ടത്. ഓം ക്ലേം ശിരസേ സ്വാഹ. ശിരോമന്ത്രമാണ് ഇത്. അതുകൊണ്ട് ശിരോമുദ്രയാണ് ഇവിടെ കാണിക്കേണ്ടത്. ഓം സൗം ശിഖായൈ വഷട്ട്. ശിഖാമന്ത്രമാണ് ഇത്. അതുകൊണ്ട്
ശിഖാമുദ്രയാണ് ഇവിടെ വേണ്ടത്. ഓം ഐം കവചായ ഹും. കവചമന്ത്രം, കവചമുദ്രയാണ് ഇവിടെ കാണിക്കേണ്ടത്. ഓം ക്ലീം നേത്രത്രയായ വൗഷഡ്. ഇത് നേത്രമന്ത്രമാണ്. ഇവിടെ നേത്രമുദ്ര ഈ മന്ത്രം ജപിക്കുമ്പോൾ കാണിക്കുന്നു. ഓം സൗ അസ്ത്രായ ഭട്ട്. അസ്ത്രമന്ത്രമാണ് ഇത്. ഈ മന്ത്രം കൊണ്ട് കാണിക്കേണ്ട മുദ്രയാണ് അസ്ത്രമുദ്ര. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഹൃദയം മനസ്സിൻ്റെ സ്ഥാനമാണ്. ശിരസാണ് അറിവിൻ്റെ സ്ഥാനം. ശിഖ കുണ്ഡലിനി വന്നു ചേരുന്ന സ്ഥാനവുമാകുന്നു. അമ്മയുടെ ഈ ശക്തിയെ മുദ്രകൾ കൊണ്ട് ഇപ്രകാരം ശരീരത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ദുഷ്ടശക്തികൾ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കവചം. അമ്മയുടെ ശക്തിയെ നമ്മുടെ 2 കണ്ണുകളിലും ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലെ ജ്ഞാനശക്തിയിലും നിർത്തുന്നതിന് നേത്രമന്ത്രം ജപിക്കുന്നു. ഇതിനുശേഷം ദിഗ്ബന്ധം. ഭക്തന്റെ ജപം അഥവാ പൂജ അവസാനിക്കുന്നതുവരെ തന്നിൽ മന്ത്രശക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓം ഭോർഭുവസ്സുവരോം ഇതി ദിഗ്ബന്ധഃ എന്നതാണ് ദിഗ്ബന്ധത്തിനുള്ള മന്ത്രം. ഇപ്രകാരമുള്ള മന്ത്രശക്തിയായി മാറിയിരിക്കുന്ന അമ്മയെ ഈ നാമം കൊണ്ട് വാഗ്ദേവതകൾ സ്തുതിക്കുന്നു. മഹാകാമേശ്വരനോടു കൂടിയവളാണ് അമ്മ. മഹാദേവന്റെ അംഗങ്ങൾ 6. സർവജ്ഞതാ തൃപ്തിരനാദിബോധ സ്വതന്ത്രതാ നിത്യമലുപ്തശക്തി അനന്തതാ ചേതി വിധേർവിധിജ്ഞ ഷഡാഹുരം ഗാനി മഹേശ്വരസ്യ. ദേവി ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ് ഇത്. സർവജ്ഞത, തൃപ്തി, അനാദിബോധം, സ്വതന്ത്രത, അലുപ്തമായ ശക്തി, അനന്തത എന്നീ 6 അംഗങ്ങളും പൂർണ്ണമായും മഹേശ്വരനിൽ ഉണ്ട്. അതുപോലെ അമ്മയിലുമുണ്ട്. അവയൊക്കെ അമ്മയ്ക്കും ഉള്ളതുകൊണ്ട് ഷഡംഗ ദേവതായുക്ത എന്ന നാമമന്ത്രം കൊണ്ട് അമ്മയെ വാഗ്ദേവതകൾ സ്തുതിക്കുന്നു. വേദത്തിൻ്റെ അംഗങ്ങൾ 6 അതായത് വേദാംഗങ്ങൾ. ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം എന്നീ വേദാംഗങ്ങൾ അമ്മയുടെ രൂപം തന്നെയാണ്. അതായത് വേദസ്വരൂപിണിയാണ് അമ്മ. അതുകൊണ്ടും ഇവയുടെ അധിഷ്ഠാന ദേവതകളാൽ ചുറ്റപ്പെട്ടവൾ എന്നും ഈ മന്ത്രത്തിന് അർത്ഥം വരുന്നു. വിദ്യ, രാഗം, അവിദ്യ, നിയതി, കല, കാലം ഇവ 6 ജീവാത്മാവിന് ബന്ധനം നൽകുന്നവയാണ്. ഇവയിൽ എല്ലാം പൂർണ്ണമായിട്ടും അറിവ് നേടുവാൻ ആർക്കെങ്കിലും സാധ്യമാകുമോ? ഇല്ല. ഏതെങ്കിലും 1-2 വിഷയങ്ങളിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അറിവ് നേടുവാൻ കഴിയൂ. അതും പൂർണ്ണമായിട്ടും നേടുവാൻ കഴിയണമെന്നുമില്ല. ആഗ്രഹങ്ങൾക്ക് എല്ലാവരും അടിമയാണ്. ഒന്നിലും തൃപ്തി കിട്ടുന്നുമില്ല. അവിദ്യ കാരണം ഞാൻ ആത്മാവാണ് എന്നും ഞാൻ അനാദിയാണ് എന്നുമുള്ള ബോധം ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ഒന്നിൽ മാത്രം അറിവുള്ളവന് ആ ഒരു അറിവ് നൽകുന്ന ശക്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ടുമുള്ള ശക്തി നേടുവാൻ കഴിയുന്നില്ല. നിയതിക്ക് അടിമയായതുകൊണ്ട് സ്വാതന്ത്ര്യവുമില്ല. കാലം കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് മരണം തീർച്ചയാണ്. അതുകൊണ്ട് അനന്തതയും ഇല്ല. ഇവയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മഹാദേവനും തനിക്കും ഉള്ള ഗുണങ്ങൾ, അതായത് സർവജ്ഞത തുടങ്ങിയ മുൻപറഞ്ഞ ഗുണങ്ങൾ എല്ലാം അമ്മ ഭക്തന് നൽകുന്നു. ഇങ്ങനെ
ജീവന്റെ ബന്ധനങ്ങളെയെല്ലാം തകർത്തു കളയുന്ന അമ്മ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം. ഹൃദയാദികളായ ന്യാസദേവതകളോടുകൂടിയവൾ, സർവജ്ഞത, തൃപ്തി തുടങ്ങിയ 6 അംഗങ്ങൾ ഉള്ള ശ്രീ മഹാകാമേശ്വരനോട് ചേർന്നിരിക്കുന്നവൾ, വേദാംഗങ്ങളായ 6 ശാസ്ത്രങ്ങളുടെ അധിഷ്ഠാന ദേവതകളോടുകൂടിയവൾ, ജീവനെ ബന്ധിക്കുന്ന വിദ്യ തുടങ്ങിയ 6 ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകുന്നവൾ. ഇങ്ങനെയൊക്കെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥതലങ്ങൾ. ഓം ഷഡംഗദേവതായുക്തായൈ നമഃ. ഓം ഹ്രീം ഷഡംഗദേവതായുക്തായൈ നമഃ. ഈശ്വരന് വേണ്ട ഗുണങ്ങൾ 6 എണ്ണമാണ്. ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, യശസ്, ശ്രീ, ജ്ഞാനം എന്നിവയാണ് ആ 6 ഗുണങ്ങൾ. ഇവ പൂർണ്ണമായിട്ടും ഉണ്ട് എങ്കിൽ ഈശ്വരിയായി. അമ്മയിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് വാഗ്ദേവതകൾ ഷഡ്ഗുണ്യപരിപൂരിത എന്ന് അമ്മയെ വാഴ്ത്തുന്നു. 6 ഗുണങ്ങളാൽ പൂരിതയായവൾ, 6 ഗുണങ്ങളും പൂർണ്ണമായിട്ടും ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണങ്ങൾ 6 എണ്ണമാണ്. സന്ധി, വിഗ്രഹം, വിഗ്രഹം എന്നാൽ യുദ്ധം എന്നാണ് അർത്ഥം. യാനം അഥവാ ദിഗ്ജയയാത്ര. അടുത്തത് ആസനമാണ്. പാളയം അടിച്ച് ഒരുങ്ങുക എന്നാണ് ഇതിനർത്ഥം. ദ്വൈധീഭാവം, ശത്രുക്കളെ പരസ്പരം ഭിന്നിപ്പിക്കുക. അടുത്തത് ആശ്രയം തേടുക, അതായത് സഹായം അഭ്യർത്ഥിക്കുക. ഈ തന്ത്രങ്ങളൊക്കെ അറിയുന്നവളാണ് അമ്മ. അതുകൊണ്ട് അമ്മ ഷഡ്ഗുണ്യപരിപൂരിതയാണ്. കല്യാണായുതപൂർണചന്ദ്രവദനാം പ്രാണേശ്വരാനന്ദിനീം പൂർണതരാം പരേശമഹിഷീം പൂർണാമൃതാസ്വാദിനീം സമ്പൂർണാം പരമോത്തമാമൃതകലാം വിദ്യാവതീം ഭാരതീം ശ്രീചക്രപ്രിയബിന്ദുതർപ്പണപരാം ശ്രീരാജരാജേശ്വരീം. ഓം ഷഡ്ഗുണ്യപരിപൂരിതായൈ നമഃ. ഓം ഹ്രീം ഷഡ്ഗുണ്യപരിപൂരിതായൈ നമഃ. ഈ ശ്ലോകവും ഈ മന്ത്രവും ജപിച്ചു കഴിയുമ്പോൾ ആദിപരാശക്തിയായ മഹാദേവി നമ്മുടെ കൺമുന്നിൽ തന്നെ വന്നു നിൽക്കും. ശ്രീരാജരാജേശ്വരിയായ ശ്രീ മഹാദേവിയെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എത്രയാണ് എന്ന് വിവരിക്കുക തന്നെ അസാധ്യമാണ്. അസാധ്യമാണ് എന്ന് തോന്നുന്നവ സാധ്യമാകുന്ന നിരവധി സന്ദർഭങ്ങളാണ് അമ്മ ഭക്തർക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ വരും തലമുറകൾ സുഖവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് സദ്ഗുണസമ്പന്നരായി ജീവിക്കുവാൻ അമ്മ അനുഗ്രഹം നൽകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഓമന മക്കളുടെ മുഖത്ത് എന്നും എപ്പോഴും മന്ദസ്മിതം വിടർന്നു നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാകുന്നു. അതുതന്നെയാണ് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം. ഈശ്വരാഭിമുഖമായ മനസ്സിൽ സദ്ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കും. അക്രമത്തിൻ്റെയും ലഹരിയുടെയും വർത്തമാനത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്നും വരും തലമുറയെ മോചിപ്പിക്കുവാൻ, അവരെ
സദ്ഗുണസമ്പന്നരാക്കി വളർത്തേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അതുകൊണ്ട് ഈശ്വരനിൽ ഉള്ള അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും അതിൽ നിന്നും ഉണ്ടാകുന്ന സൽസ്വഭാവവും മറ്റു ഗുണങ്ങളുമെല്ലാം സംഭാവന ചെയ്യുന്നതിന് ഈ മന്ത്രം അത്യുത്തമമാണ്. അതുപോലെ ശത്രുദോഷവും ആഭിചാരദോഷവും മാറുന്നതിനും ഈ മന്ത്രം നല്ലതാണ്. എന്നും ജപിക്കുവാൻ കഴിയാത്തവർക്ക് ആഴ്ചയിൽ ഇഷ്ടമുള്ള 2 ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് ഈ മന്ത്രം ജപിക്കുക, പ്രാർത്ഥിക്കുക. എപ്പോഴും അമ്മയുടെ മനോഹരമായ ആ മുഖം മനസ്സിൽ നിറച്ചു നിർത്തുക. എല്ലാവർക്കും അമ്മ സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നന്ദി, നമസ്കാരം.